മാതൃകാ കമ്മ്യൂണിസ്റ്റിന്റെ മടക്കയാത്ര വിവാദമാക്കിയത് ആരുടെ അജണ്ട? ലൈവ് 6ലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. ഷിരൂരിലെ തെരച്ചിലിൽ അർജുന്റെ ലോറിയുടെ ഭാഗവും തടിക്കഷ്ണങ്ങളും കിട്ടി. കണ്ടെത്തിയ അസ്ഥി മൃഗത്തിന്റേത്. ജില്ലാ ഭരണകൂടവുമായുള്ള ഭിന്നതയെ തുടർന്ന് മടങ്ങിയ ഈശ്വർ മാൽപേ തിരികെ എത്തിയില്ല. എം ലോറൻസിന്റെ അന്ത്യയാത്രയിൽ നാടകീയ രംഗങ്ങൾ. മൃതദേഹം വിട്ടു നൽകില്ല എന്ന് മകൾ. ടൗൺ ഹാളിൽ കയ്യാങ്കളി. മൃതദേഹം സൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി. തീരുമാനം മക്കളുടെ അനുമതികൾ പരിശോധിച്ച ശേഷം. ആശയുടെ ഹർജിക്ക് പിന്നിൽ RSS എന്ന് ലോറൻസിന്റെ മകൻ. പൂരം കലക്കി അജിത് കുമാർ തന്നെ എന്ന് CPI. അന്വേഷണം ഏൽപ്പിക്കേണ്ടത് കലക്കിയ ആളിനെയല്ല. LDF പ്രതിസന്ധിയിലേക്ക്. വനം മന്ത്രിയെ വേദിയിലിരുത്തി വകുപ്പിനെയും സർക്കാരിനെയും വിമർശിച്ച് PV അൻവറും. ഇവിടെ എത്തി വനം വന്യജീവി കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവിയേക്കാളും അപ്പുറമായിട്ടുണ്ട്. പുലി കടിച്ചു കഴിക്കുന്നത് ഒന്നുകിൽ വിശന്നിട്ടാണ്, അല്ലെങ്കിൽ ഭയപ്പെട്ടിട്ടാണ്. എന്തൊക്കെ സംഭവം നമ്മുടെ ഇവിടെ ഉണ്ടായി. ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടിട്ട് ഇവിടെ ആ സഹോദരന്റെ ശവം പൊതുപ്രദർശനത്തിന് വെക്കാൻ ഡിവിഷണൽ ഓഫീസിൽ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒരു DFO. ഇവിടെ നടപടി ഉണ്ടായ ബഹുമാനപ്പെട്ട മന്ത്രി. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ കാണുന്നതും കുറ്റകരം. സുപ്രധാന വിധിയുമായി സുപ്രീം കോടതി. ദൃശ്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചാലും പോക്സോ കേസ്. ചൈൽഡ് പോർണോഗ്രാഫി എന്ന പദം ഉപയോഗിക്കരുതെന്നും ഉത്തരവ്. കാല് കുത്താനിടമില്ലാതെ കേരളത്തിൽ തീവണ്ടി യാത്ര. വേണാട് എക്സ്പ്രസിൽ 2 വനിതാ യാത്രക്കാർ കുഴഞ്ഞു വീണു. വന്ദേ ഭാരതിന് വേണ്ടി വൈകിപ്പിക്കുന്നുവെന്ന് യാത്രക്കാർ. രാജ്യ തലസ്ഥാനത്ത് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ അതിഷി മർലേന. കേജ്രിവാളിന്റെ കസേര ഒഴിച്ചിട്ടു. ഭരതനെ പോലെ ഭരിക്കുമെന്ന് അതിഷി. നാടകമെന്ന് പരിഹസിച്ച് BJP. ശ്രീലങ്കയ്ക്ക് പുതിയ തലവൻ. സത്യപ്രതിജ്ഞ ചെയ്ത് അനുരാഗ് കുമാര ദിസനായകെ. അയൽ രാജ്യങ്ങളിൽ ശ്രീലങ്കയ്ക്ക് പ്രമുഖ സ്ഥാനമെന്ന് നരേന്ദ്രമോദി. ചൈനീസ് അനുകൂല പാർട്ടി ഇന്ത്യക്ക് ഗുണമാകുമോ എന്ന് ഉറ്റുനോക്കി രാഷ്ട്രീയ ലോകം. ലഡുവിൽ മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയതിനാൽ തിരുപ്പതി ക്ഷേത്രത്തിൽ പരിഹാരക്രിയ. രാവിലെ ശാന്തിഹോമം നടത്തി തിരുപ്പതി ടെമ്പിൾ ദേവസ്വം. വാർത്തകളിലേക്ക് വിശദമായ. ആദ്യം ഷിരൂരിലേക്ക്. ഷിരൂരിലെ തെരച്ചിലിൽ ഗംഗാവലി പുഴയിൽ നിന്ന് ടയറുകൾ കണ്ടെത്തിയ ടയറുകൾ ഗ്യാസ് ടാങ്കറിന്റേതാണ് എന്ന് സംശയമുണ്ട്. തെരച്ചിലിൽ കണ്ടെത്തിയ ലോറിയുടെ ഭാഗങ്ങൾ അർജുന്റേതല്ല എന്ന് ലോറി ഉടമ മനാഫും പ്രതികരിച്ചു. MLA വന്നു കഴിഞ്ഞാൽ, സതീശേല MLA വന്നു കഴിഞ്ഞാൽ പറയുന്നത്. അപ്പൊ കുറച്ചേരം ഇപ്പൊ വരുന്നുണ്ട് ആള്. ലോറിയുടെ കുറെ പാർട്സ് ഉണ്ട്, നമ്മളത് കുറവാ. നമ്മളതില്ല. കുറെ പാർട്സ് ഉണ്ട്. ഈ പാർട്സുകളൊന്നും നമ്മളതല്ല. ഉണ്ട്. ഉണ്ട്. ആംഗ്ലർ, ബാക്ക് സൈഡില് മരങ്ങളുണ്ട്. ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ സ്ഥലങ്ങൾ വീണ്ടും മാർക്ക് ചെയ്ത് നൽകുമെന്ന് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞു. ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് അറിവ് കിട്ടുന്ന ഒരു CP1 അടുത്താണ് അവർ പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രക്ക് നമ്മുടെ പ്രകാരം CP-ൻ്റെ 4-ൻ്റെ അടുത്തായിരിക്കും കിട്ടേണ്ടത്. അപ്പോൾ ഇത് അവർ ചെയ്യട്ടെ. അവിടെ അവർ കുറച്ച് ട്രക്കിൻ്റെ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ പ്രകാരം അവിടെ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ ഈ CP4-ലാണ് നമുക്ക് കൂടുതൽ പ്രോബബിലിറ്റി ഉണ്ടാകുന്നത്. അത് അവർക്ക് ശരിയായി പറഞ്ഞു കൊടുക്കണം. പിന്നെ അതിനെ ഡ്രഡ്ജിങ് ഓപ്പറേഷൻ എങ്ങനെ ചെയ്യുക, അത് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒന്നുകൂടെ അവരെ ഗൈഡ് ചെയ്യാൻ നോക്കും.
അതാണ്. അപ്പോൾ അതിനെ ഇന്ന് വൈകുന്നേരം തിരിച്ചു വന്നിട്ട് ഇതിൻ്റെ കൂടെയൊക്കെ ഒന്ന് പോയി കയറിയിട്ട് സംസാരിച്ചിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാം. നമ്മുടെ ഈ ഐബോർഡ് സംവിധാനം അങ്ങനെ എന്തെങ്കിലും വേണ്ടോ? തൽക്കാലം ഐബോർഡ് വേണ്ടി വരില്ല. കാരണം ഐബോർഡ് വെച്ച് നമ്മൾ കണ്ടുപിടിച്ച പോയിന്റ്സിൽ തന്നെ നമ്മൾ പോയി നോക്കണം ഫസ്റ്റ്. പിന്നെ അവിടെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടും ഐബോർഡ്സ് കൊണ്ടുവരേണ്ടി വരും. പക്ഷെ അതിൻ്റെ ആവശ്യം വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 4 പോയിന്റിൽ ഏതൊരു പോയിന്റിൽ ഡെഫിനറ്റ്ലി ഒരു ഹൈ പ്രോബിലിറ്റി നമ്മുടെ ട്രക്കിൻ്റെ ഐറ്റംസ് കിട്ടാൻ. ഷിരൂരിൽ നിന്ന് KV ബൈജു തത്സമയം ചേരുന്നു. ബൈജു, 90% കിട്ടിയതെല്ലാം അർജുന്റെ ലോറിയുടേതല്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് മനാഫും അല്പം മുൻപ് എത്തിയ ഒരു സാഹചര്യം. ഇന്ന് നടന്ന തെരച്ചിലിൽ അർജുനിലേക്ക് വിരൽ ചൂണ്ടുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് തെരച്ചിൽ അവസാനിപ്പിക്കുമ്പോൾ ലഭ്യമാകുന്നത്? അത് അടുത്ത ദിവസത്തേക്ക് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട്? അപർണ, അതിനു മുമ്പ് നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. താൽക്കാലികമായി ഒരു പക്ഷേ ഈ ദൗത്യം നിർത്തിവെച്ചേക്കും. ഏതായാലും അല്പസമയത്തിനകം അതിനുള്ള ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകും. എന്തായാലും ഇവർ പറയുന്ന കാരണം ഈ ഉത്തര കന്നഡ ജില്ലയിൽ വരുന്ന 3 ദിവസത്തേക്ക് ശക്തമായ മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഴയത്ത് ഇത്തരത്തിൽ തിരച്ചിൽ ഡ്രഡ്ജിംഗ് ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടത്താൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഗംഗാവലി പുഴയിൽ വലിയ തോതിൽ വെള്ളം ഉയരാനൊക്കെ സാധ്യതയുള്ള സമയമാണിപ്പോൾ. ആ ഡ്രഡ്ജിംഗ് പൂർണ്ണമായും അവസാനിപ്പിച്ച് അത് കുറച്ചുകൂടി മുന്നോട്ട്, അതായത് തിരിച്ചു പോകുന്ന രീതിയിലേക്ക് ഇപ്പോൾ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു പക്ഷേ ഈ താൽക്കാലികം അർജുനായും അതുപോലെ തന്നെ മറ്റ് 2 പേർക്കുമായുള്ള തിരച്ചിൽ നിർത്തിവെച്ചേക്കാം, തൽക്കാലം നിർത്തിവെച്ചേക്കാം. ഒരു പക്ഷേ അത് പൂർണ്ണമായും നിർത്തിവെച്ചേക്കാം. അത്തരത്തിലേക്കുള്ള ഒരു ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പങ്കുവെക്കാനുള്ളത്. എന്തായാലും 3 ദിവസത്തേക്കുള്ള തുക മാത്രമാണ് ഈ കമ്പനിക്ക് നൽകിയിരിക്കുന്നത്. അതിനൊപ്പം ഇപ്പോൾ കാലാവസ്ഥ കൂടി പ്രതികൂലമാകുന്നതോടുകൂടി ഈ തിരച്ചിൽ നിർത്തിവെക്കാനുള്ള ഒരു സാധ്യത നേരത്തെ സൂചന ലഭിച്ചിരുന്നു. എന്തായാലും അതിന് ഒരു സ്ഥിരീകരണം ഉണ്ടാകണം. അല്പസമയത്തിനകം തന്നെ MLA ഉൾപ്പെടെ സതീഷ് സെയിൽ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ കാണും. അതിലൊരു വ്യക്തത ഉണ്ടാകും. എന്തായാലും ജില്ലാ കളക്ടറുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് 3 ദിവസത്തേക്ക് റെഡ് അലർട്ടാണ് ഉത്തര കന്നഡ ജില്ലയിൽ. അത്തരം സാഹചര്യത്തിൽ മഴയുണ്ടെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ തിരച്ചിൽ നടത്താൻ സാധിക്കില്ല എന്നവർ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു സൂചനയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ തിരച്ചിൽ നിർത്തിവെച്ചേക്കാം. ഇനി ഇത് അവസാന ദൌത്യമാണെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. 80 മണിക്കൂർ 10 ദിവസം അങ്ങനെയാണ് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ പ്രഖ്യാപിച്ചതെങ്കിൽ ഇപ്പോൾ 3 ദിവസം തെരച്ചിൽ നടത്തി അർജുന്റെ ലോറിയോ അല്ലെങ്കിൽ ലോറിയുടെ പ്രധാന ഭാഗങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയാതെ ആ ദൌത്യം അവസാനമായി ഉപേക്ഷിക്കുമെന്നോ എന്ന ഒരു സൂചനയിലേക്കാണ് ഇപ്പോൾ കാര്യം പോകുന്നത്. ഏതായാലും അതിന് സ്ഥിരീകരണം വന്നിട്ടില്ല. ആ ഡ്രഡ്ജർ ഇപ്പോൾ ഗംഗാവലി പുഴയിൽ നിന്നും പുറത്തേക്ക് മാറി കരയോടടുപ്പിച്ച് മറ്റ് ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്ന ആ ദൃശ്യമാണ് കാണുന്നത്. CP4 പിന്നിട്ട് ഈശ്വർ മൽപ്പെ തെരച്ചിൽ നടത്തിയ ആ ഭാഗവും പിന്നിട്ട് ഡ്രഡ്ജർ കൂടുതൽ ദൂരത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇനി ഔദ്യോഗികമായൊരു സ്ഥിരീകരണമാണ് വരേണ്ടത്. അത് MLAയുടെ ഭാഗത്തു നിന്നും അല്പസമയത്തിന് വരും. എന്തായാലും തിരച്ചിൽ നിർത്തുന്നതിലേക്കുള്ള ഒരു സൂചന ഇപ്പോൾ വരുന്നുണ്ട്. അതേസമയം ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല. ഇന്ന് നടത്തിയ തിരച്ചിലിൽ പ്രധാനമായും ടാങ്കർ ലോറി, നേരത്തെ അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ അവശിഷ്ടങ്ങളാണ് കിട്ടിയത്. പ്രധാനമായും 4 ടയർ, അതിനൊപ്പം അത്തരത്തിലുള്ള കുറച്ച് വസ്തുക്കൾ. ഏതായാലും അർജുന്റെ വാഹനത്തിന്റെ ഒരു ബമ്പർ ലഭിച്ചു എന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് ആ ബമ്പർ അത് സ്ഥിരീകരിക്കാൻ മനാഫിനി ഡ്രഡ്ജറിൽ അകത്തുപോയി കണ്ടപ്പോൾ അത് സ്ഥിരീകരിക്കാൻ മനാഫിന് സാധിച്ചിട്ടില്ല. എന്തായാലും കാര്യമായ ഭാഗങ്ങളൊന്നും ലഭിക്കാതെ കയറും കുറച്ച് തടിക്കഷ്ണങ്ങളും മാത്രമാണ് അർജുന്റെ വാഹനത്തിന്റെ ഇതുവരെയായി ലഭിച്ചത്. അതിനുശേഷം ഏതെങ്കിലും കാര്യമായ ഭാഗമോ ലോറിയെ കൃത്യമായി കണ്ടെത്താനോ ഒന്നും കഴിഞ്ഞില്ല. അത്രത്തോളം ഗംഗാവലി പുഴയിലെ മണ്ണിനടിയിൽ അർജുന്റെ ലോറി ഇത്തരത്തിൽ പൂണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, ഇന്നലെ കിട്ടിയ അസ്ഥി അത് വലിയ പ്രതീക്ഷയായിരുന്നു. ഇനി ഒരു പക്ഷേ അത് അർജുന്റേതാകുമോ അതല്ല മറ്റ് 3 പേരുടേതാകുമോ 2 പേരുടേതാകുമോ എന്നൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അതും അസ്ഥാനത്തായിരിക്കുന്നു. അത് മൃഗത്തിന്റേതാണെന്ന ഒരു നിഗമനത്തിലേക്ക് കൂടി എത്തുന്നു. എന്തായാലും ആശങ്കയുണ്ടാക്കുന്ന വാർത്തകൾ തന്നെയാണ്. ബൈജു പറഞ്ഞതുപോലെ തന്നെ ഈ കണ്ടെത്തിയ ഭാഗങ്ങൾ അർജുന്റെ ലോറിയുടേതാണെന്ന് കരുതിയിരുന്ന ഭാഗങ്ങൾ അതല്ല എന്ന നിഗമനത്തിലേക്കും സ്ഥിരീകരണത്തിലേക്കും ഒക്കെ എത്തുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ ഈ അസ്ഥിയും മനുഷ്യന്റേതല്ല എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ തെരച്ചിലൊന്നും ശുഭകരമായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ഈ തെരച്ചിലുമായി മുന്നോട്ട് പോകാൻ തക്ക
തക്കവണ്ണമുള്ള തെളിവുകളൊന്നും ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഈ താൽക്കാലത്തേക്ക് തെരച്ചിൽ നിർത്തുന്നു എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നത് കൊണ്ടാണോ? അതായത് വലിയ പ്രതീക്ഷയില്ല തെരച്ചിലിൽ എന്നൊരു നിഗമനത്തിലേക്ക് കൂടി എത്തിയിട്ടുണ്ടാകുമോ? അതുകൊണ്ട് കൂടിയായിരിക്കുമോ ഇത് താൽക്കാലികമായിട്ട് ദൗത്യം അവസാനിപ്പിക്കുന്നതാണോ, അതോ ഈ ദൗത്യം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? പൂർണ്ണമായും ഉപേക്ഷിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കാരണം 10 ദിവസത്തേക്കാണ് ഇത് വാടകയ്ക്ക് എടുത്തതെങ്കിലും ഇതിന് 3 ദിവസത്തെ കരാർ തുക മാത്രമേ നൽകിയിട്ടുള്ളൂ. അത് ഇന്നേക്ക് അവസാനിക്കുകയാണ്. ഒപ്പം കാലാവസ്ഥ കൂടി പ്രതികൂലമായി ഈ റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ വളരെ എളുപ്പമാണ് ഇവർക്ക് ഇതിൽ നിന്നും പിന്മാറാൻ. അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഈ തെരച്ചിലിൽ ഫലം കണ്ടില്ല എന്നതാണ് വാസ്തവം. നമുക്ക് ഒരു പക്ഷേ ചില സമയങ്ങളിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ലോറിക്കരികിലേക്ക്, അത്തരത്തിൽ അർജുൻ അരികിലേക്ക് എത്തുന്നതൊക്കെ. പക്ഷേ അതെല്ലാം നിരാശ മാത്രമാണ് സമ്മാനിച്ചത്. എന്തായാലും ആ ടാങ്കർ ലോറിയുടെ ഇത്രയും 3 ദിവസം വലിയ തോതിലുള്ള ഈ തെരച്ചിലിൽ ടാങ്കർ ലോറിയുടെ കുറച്ച് അവശിഷ്ടങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുന്റെ ലോറിയുടെ ആ മരവും തടിക്കഷ്ണവും കുറച്ച് കയറും ഇത്രയും മാത്രമാണ് ലഭിച്ചത്. വലിയ തോതിലുള്ള ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. അസ്ഥിയുടെ കാര്യത്തിലും അത് തന്നെയാണ് നിരാശയുണ്ടാക്കിയത്. വലിയ പ്രതീക്ഷ അതിലും ഉണ്ടായിരുന്നു ഇന്നലെ, പക്ഷേ ഇതെല്ലാം നിരാശയാണ് ഉണ്ടാക്കിയത്. എന്തായാലും അതുകൊണ്ട് ഒരു പക്ഷേ ഇത് കുടുംബത്തെ ഇത്തരത്തിൽ കാര്യങ്ങൾ ബോധിപ്പിച്ച് അതിനുശേഷം അവരും മാനസികമായി തയ്യാറെടുത്തിരുന്നു. ഈ ദൗത്യത്തോടുകൂടി ഇത് അവസാനിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ അവരോട് വ്യക്തമാക്കിയത്. അങ്ങനെയാണെങ്കിൽ കുടുംബവും അത് അവരെയും കൂടി അത്തരത്തിൽ പരിഗണനയിലെടുത്തതിന് ശേഷം ആ തീരുമാനം പ്രഖ്യാപിക്കും. എന്തായാലും ഇത് നിർത്താനുള്ള ഒരു സൂചനയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ബൈജു, അതോടൊപ്പം തന്നെ മേജർ ജനറൽ ഇന്ദ്രബാലൻ പറയുന്നതും ആ തരത്തിൽ തന്നെ വേണമോ വ്യാഖ്യാനിക്കാൻ? ഒപ്പം ഈശ്വർ മാൽപ്പെ അടക്കമുള്ളവർ ഇനി തിരുശ്ശൂരിലേക്ക് തിരികെ എത്താനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയുകയാണോ? അതായത് അങ്ങനെ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നവരും ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ ഇനി ഈശ്വർ മാൽപ്പയ്ക്ക് ഇവിടെ തെരച്ചിൽ നടത്താൻ സാധിക്കില്ല. പറഞ്ഞ റെഡ് അലർട്ടാണ്. റെഡ് അലർട്ടിന് ഒരു കാരണവശാലും ഈ ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങാൻ അനുമതി ഉണ്ടാകില്ല. അത് മാത്രമല്ല, നമുക്കറിയാം ഈ ശിരൂരിൽ ഗംഗാവലി പുഴയുടെ തീരത്തൊക്കെ ആ ശക്തമായ മഴയത്ത് ഒന്ന് നിൽക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അത്രത്തോളം വലിയ മഴ വരുന്ന ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ഇനി റെഡ് അലർട്ട് ഉണ്ടായാൽ ഡ്രഡ്ജർ പോലും പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല എന്ന് ജില്ലാ കലക്ടർ വ്യക്തമാക്കിയിരിക്കുന്നു. ശക്തമായ മഴ കാരണം. അതുകൊണ്ട് തന്നെ ഈ ദൗത്യം എന്തായാലും 3 ദിവസത്തേക്ക് ഈ ദൗത്യം നിർത്തിവെക്കേണ്ട സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത്. പിന്നീട് അത് തുടരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം ഇതിലൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നെങ്കിലും കാര്യമായ വസ്തുക്കളൊന്നും ലഭിക്കാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായതുകൊണ്ട് എന്തിനാണ് ഈ തെരച്ചിൽ നടത്തുന്നത്? ഇനി ലോറിക്കരിയിലേക്ക് ഏതെങ്കിലും തരത്തിൽ ആ ഭാഗങ്ങൾ പോലും കണ്ടെത്താതെ രീതിയിൽ എങ്ങനെ തെരച്ചിൽ നടത്തുമോ എന്നൊക്കെ ഒരു ആലോചന ഈ കർണാടക സർക്കാരിനെ അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഏതായാലും ഇന്ദ്രബാലൊക്കെ എത്തി. ഇന്ന് വലിയ പ്രതീക്ഷ പകർന്ന ഒരു ദിവസമായിരുന്നു. ഇന്നെങ്കിലും ആ ഒരു ഉത്തരം കിട്ടുമെന്നത് സംബന്ധിച്ച്. പക്ഷേ അതൊന്നും നടന്നില്ല. ഏതായാലും കാലാവസ്ഥ തന്നെയാണ് ഇപ്പോൾ വലിയ വില്ലനായിരിക്കുന്നത്. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 ദിവസത്തെ കരാർ തുക മാത്രമേ ഈ ഡ്രഡ്ജർ കമ്പനിക്ക് നൽകിയിട്ടുള്ളൂ. 96 ലക്ഷം രൂപയ്ക്ക് 80 മണിക്കൂർ, അതായത് രാവിലെ മുതൽ വൈകിട്ട് വരെ 10 ദിവസം അത്തരത്തിൽ 80 മണിക്കൂർ പ്രവർത്തിപ്പിക്കാൻ കരാറെടുത്തെങ്കിലും 3 ദിവസത്തെ മാത്രം തുകയാണ് കൊടുത്തത്. MLA ഫണ്ടിൽ നിന്നും ഉൾപ്പെടെ അത്തരത്തിൽ ആണ് ഈ തുക കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇനി ഈ ദൗത്യവുമായി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ എന്തായാലും ആശങ്കയുണ്ട്. അത് പൂർണ്ണമായും നിർത്തും. കുടുംബത്തിനെയും കൂടി കാര്യങ്ങൾ ബോധിപ്പിച്ചതിന് ശേഷമായിരിക്കും ഈ തെരച്ചിൽ എന്നേക്കുമായി നിർത്തുക. എന്തായാലും അത് സംബന്ധിച്ച സ്ഥിരീകരണം അല്പസമയത്തിനകം നൽകാൻ കഴിയും. ഔദ്യോഗികമായി തന്നെ ആ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. നമുക്ക് കിട്ടുന്ന സൂചനകൾ മാത്രമാണിത്. സൂചന പ്രകാരം ഈ ദൗത്യം ഇവിടെ അവസാനിപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത്തരത്തിലാണ് കലക്ടറുമായി സംസാരിച്ചപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ല ഇനിയിപ്പോൾ റെഡ് അലർട്ട് അത് കഴിഞ്ഞ് വീണ്ടും ഈ ഡ്രഡ്ജർ ഇവിടുന്ന് പോകാതെ ഇവിടെ തന്നെ ഉണ്ടായി. അത് പിന്നീട് വീണ്ടും തെരച്ചിൽ തുടരുമോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. അതിനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. പ്രത്യേകിച്ച് കാര്യമായ ഒന്നും തന്നെ വസ്തുക്കളൊന്നും ലഭിക്കാത്ത സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ ഗംഗാവലി പുഴയിൽ വലിയ തോതിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. ഇപ്പോൾ തന്നെ രാവിലെ വേലിയേറ്റ സമയത്ത് വലിയ തോതിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 5.5 മീറ്റർ മാത്രം നീളമുള്ള ഒരു ഡ്രഡ്ജറിന്റെ ആ യന്ത്രഭാഗം അത് ഒരു പക്ഷേ അടിത്തട്ടിലേക്ക് എത്താത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഈ തെരച്ചിൽ തുടർന്ന് എന്ത് കാര്യം എന്നൊരു ചോദ്യം ഇവർ ചോദിക്കുന്നുണ്ട്. ഏതായാലും ജിതിനും അഞ്ജുവും അവരും ഇപ്പോൾ ഇവിടെയുണ്ട്. അവരുമായി ജില്ലാ ഭരണകൂട അധികാരികൾ സംസാരിക്കുന്നുണ്ട്. അവർ തമ്മിൽ സംസാരിച്ചതിന് ശേഷം അവരുടെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടായിരിക്കും ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാവുക. താൽക്കാലികമായി അതാണ് ബൈജു
അർജുന്റെ കുടുംബാംഗങ്ങളോടുകൂടി ഈ വിഷയം അറിയിച്ചിട്ടുണ്ടോ? അതായത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുകയാണ് എങ്കിൽ അത് ഏത് തരത്തിലുള്ള ഒരു പ്രതികരണമായിരിക്കും അർജുന്റെ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നാണ് നമുക്ക് ഉള്ള സൂചനകളൊക്കെ? അർജുന്റെ കുടുംബാംഗങ്ങൾ, അതായത് അഞ്ജു ഇന്നലെ പോകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവർ തിരിച്ചു പോയില്ല. അവർ ഇവിടെ തന്നെയുണ്ട്. അവരെയും കൂടി വിശ്വാസത്തിലെടുത്ത് അവരെയും കൂടി കാര്യങ്ങൾ ബോധിപ്പിച്ച് ഈ ദൗത്യം ഒരു പക്ഷേ ഇപ്പോൾ എന്നേക്കുമായി അവസാനിപ്പിച്ചേക്കാം. ഇനി അർജുനും അർജുന്റെ ലോറിയും കാണാമറയത്ത്, അതുപോലെ തന്നെ ലോകേഷും ജഗന്നാഥും അവരും കാണാമറയത്ത് എന്ന് പറയേണ്ടി വരും. അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ്. എന്തായാലും കാലാവസ്ഥ പെട്ടെന്നാണ് ഇവിടെ മാറിയതും ഈ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ വന്നതും. ഇന്നലെയും ഇന്നും ചെറിയ തോതിൽ മഴയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ ഒരു മഴ മൂടം തന്നെയാണ് ഇവിടെ ഉള്ളത്. അത്തരത്തിൽ വലിയൊരു മഴയുടെ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ എന്തായാലും തിരച്ചിൽ തുടരാൻ 3 ദിവസത്തേക്ക് എന്തായാലും തിരച്ചിൽ തുടരാൻ കഴിയാത്തൊരു സാഹചര്യം വരും. പിന്നീട് ഈ ഇത്രയും സംവിധാനങ്ങൾ അതെങ്ങനെ നീട്ടിവെക്കുന്നത് എന്തായാലും വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. എന്തായാലും ശിരൂർ ദൗത്യം ഇവിടെ എന്നേക്കുമായി ആ 3ാമത്തെ ദൗത്യം 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും ഇപ്പോൾ 3ാം ഘട്ടത്തിലുള്ള ആ ദൗത്യത്തോടുകൂടി ഈ ശ്രമം ഉപേക്ഷിക്കുകയാണ് എന്ന് വേണം. അത്തരത്തിലേക്കാണ് ഇപ്പോൾ ഈ സൂചന വരുന്നത്. എന്തായാലും അതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം അല്പസമയത്തിനകം തന്നെ ഷിരൂരിൽ നിന്ന് KV ബൈജു നൽകുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. അർജുനെ ഉള്ള തെരച്ചിൽ ദൗത്യം താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നു. അതായത് അർജുൻ ദൗത്യം തന്നെ പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുന്നതിലേക്ക് പോകുന്നു. അർജുനും ലോറിയും കാണാമറയത്തേക്ക് എന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ആ സത്യത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. ഈ കഴിഞ്ഞ 2 മാസത്തിലേറെയായി തുടരുന്ന തെരച്ചിലിന് വിരാമം ഇടുകയാണ് എന്നുള്ളൊരു സൂചനകൾ വരുന്നു. ഏതായാലും ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും. ഷിരൂരിൽ നിന്ന് KV ബൈജു സമയം വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. അഴീക്കോടൻ അനുസ്മരണ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയം പറയണം, എത്ര തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കാൻ ഒരു കൂട്ടം വലതുപക്ഷ മാധ്യമങ്ങൾ തയ്യാറായത്. ഇതാണോ സ്വീകരിക്കേണ്ട രീതി? കേന്ദ്ര ഗവൺമെന്റ് ഇതേവരെ സഹായം നൽകിയിട്ടില്ല. ഇവിടെ പ്രധാനമന്ത്രി സന്ദർശിച്ച് അദ്ദേഹം തിരിച്ചു പോയതിനു ശേഷം അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടിരുന്നു. അപ്പോൾ ഒരു നിവേദനം മാത്രമേ കൊടുത്തുള്ളൂ. അത് വയനാട് ദുരന്തത്തിന്റെ സഹായമായിരുന്നു. അപ്പോഴും സഹായിക്കാമെന്ന് പറഞ്ഞു. സഹായം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇതേവരെ സഹായം തന്നിട്ടില്ല. അതിനുശേഷമുണ്ടായ ദുരന്തത്തിൽ ചിലയിടത്ത് സഹായിക്കുന്നത് കണ്ടു. ഈ മാധ്യമങ്ങൾക്ക് ഏതിനെങ്കിലും ആ സമീപനത്തെ വിമർശിക്കാൻ തോന്നിയോ? എന്തേ അതിനെക്കുറിച്ച് പറയാൻ മടി? നിങ്ങൾ ഈ നാടിന്റെ ഭാഗമല്ലേ? നാടിനു വേണ്ടിയല്ലേ ശബ്ദമുയർത്തേണ്ടത്? നാടിന്റെ താല്പര്യമല്ലേ സംരക്ഷിക്കേണ്ടത്? എങ്ങനെയെങ്കിലും നാട് തകർന്നാ മതി, നല്ല കാര്യമായിപ്പോയി എന്നാണോ ചിന്തിക്കേണ്ടത്? അതിനുവേണ്ടിയാണോ നിലകൊള്ളേണ്ടത്? നിർഭാഗ്യവശാൽ അത്തരമൊരു നിലപാടാണ് നമ്മുടെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത്. അവര് തന്നെ തിരുത്തേണ്ട കാര്യമാണിത്. അവര് തന്നെ ഈ പ്രശ്നം ഗൗരവമായി ചർച്ച ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. ചിലരെങ്കിലും ഇപ്പോ പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾ തിരുത്തി എന്ന് പറയാൻ തയ്യാറായി. നിങ്ങൾ കൂട്ടായി ആലോചിക്കണം. കേരളത്തിലെ മാധ്യമങ്ങൾ ആലോചിക്കണം. കേരളത്തിൽ മാത്രമല്ല മാധ്യമങ്ങൾ, മറ്റെല്ലായിടങ്ങളിലുമുണ്ട്. മറ്റുള്ളിടത്ത മാധ്യമങ്ങൾ ആ നാടിന്റെ താല്പര്യത്തിന് വേണ്ടി നിൽക്കും. നിങ്ങൾ അതാണോ സ്വീകരിക്കുന്നത് എന്നത് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കണം. ഇവിടെ LDF ആണ് എന്നുള്ളത് കൊണ്ട് ആ LDFനെ എങ്ങനെയെങ്കിലും താർത്ത് കളയാം. അത് ആഗ്രഹിക്കുന്ന വലതുപക്ഷ ശക്തികൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും BJPയുടെ നേതൃത്വത്തിലും ഉണ്ടാകും. അവരാശ്രമം നടത്തും. നിങ്ങൾ അവരുടെ വക്താക്കളായി മാത്രമല്ല രംഗത്ത് വരേണ്ടത്. നാടിൻ്റെതായ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ വലതുപക്ഷ മാധ്യമങ്ങൾ തയ്യാറാവണം.
കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മുടെ നാട് ഇത്തരത്തിലുള്ള തെറ്റായ നടപടികൾ കൊണ്ട് വല്ലാതെ തകർന്നു പോകുമെന്നാരും വ്യാമോഹിക്കേണ്ടതില്ല. ചിലരെ വല്ലാതെ പൊക്കിക്കാണിക്കുന്ന അവസ്ഥയൊക്കെ ഈ അടുത്ത കാലത്തുണ്ടായല്ലോ. അതല്ല എത്ര നാളാ നിൽക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്തെല്ലാം കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടതാണ്. അതിനൊക്കെ ആയുസ് വളരെ കുറവാണല്ലോ. പക്ഷേ നമ്മുടെ ചില മാധ്യമങ്ങൾ അതെല്ലാം മറന്നുപോയി എന്ന് മാത്രം, അത്രയും അതിനകത്തുള്ളൂ. ഏതായാലും CPIM-ൻ്റെതായ നേതമായ മാർഗത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. LDF സർക്കാരും അതേ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ നാടിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോവുക. അത്തരം പ്രവർത്തനങ്ങൾക്ക് സഖാവ് അഴീക്കോടന്റെ ഉജ്ജ്വലമായ സ്മരണ നമുക്കേവർക്കും കൂടുതൽ കരുത്ത് പകരട്ടെ എന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അഴീക്കോടന്റെ സ്മരണക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങള് മറ്റു പല കാര്യങ്ങളും പെരുപ്പിച്ച് കാണിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ് ഇവിടുത്തെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വാർത്തകൾ. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പൂരം നാളിൽ പൂരം എങ്ങനെ അലങ്കോലപ്പെടുത്താനാകും എന്ന് നോക്കുന്ന ഒരു ശ്രമം ഇവിടെ ഉണ്ടായി. എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണത്. എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തി. ആ അന്വേഷണ റിപ്പോർട്ട് 24-നുള്ളിൽ ലഭിക്കണം എന്ന് മുഖ്യമന്ത്രി എന്ന നിലക്ക് ഞാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഇന്ന് 23-ആണ്. നാളെയാണ് ഞാൻ തിരുവനന്തപുരത്ത് എത്തുക. അന്വേഷണ റിപ്പോർട്ട് DGPയുടെ കയ്യിൽ എത്തിയെന്ന് പത്രവാർത്ത വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ എന്താണെന്ന് എനിക്കിപ്പോൾ അറിയില്ല. നാളെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെതായ മാർഗത്തിൽ എൻ്റെ കയ്യിൽ എത്തുമായിരിക്കും. പക്ഷേ ആ റിപ്പോർട്ട് ഇന്നതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ തോതിൽ ഇപ്പോഴേ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല. റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇവർക്ക് എവിടുന്നാ കിട്ടിയത്? ഇവരുടെ കയ്യിൽ റിപ്പോർട്ടില്ലാലോ. മനസ്സിലാക്കുന്നു, അറിയുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് തോന്നിയ കാര്യങ്ങൾ എഴുതി വെക്കുകയാണല്ലോ. അവരെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങൾ എഴുതി വെക്കുകയാണല്ലോ. പൂരം കലക്കലിൽ വലതുപക്ഷ മാധ്യമങ്ങൾ ഇല്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് മുഖ്യമന്ത്രിയുടെ വിമർശനം. കടുത്ത വിമർശനമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് നേരെ നടത്തിയത്. അന്വേഷണം പ്രഖ്യാപിക്കുകയും റിപ്പോർട്ട് വരാൻ സമയമെടുക്കുകയെന്ന് കണ്ടിട്ട് പോലും ആ റിപ്പോർട്ടിലുള്ള പരാമർശങ്ങൾ പുറത്തുവിടുകയും അതുവഴി വലിയ വിവാദങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തിരിക്കുന്നു. മാധ്യമ സംസ്കാരം ശരിയായ രീതിയിലല്ല പോകുന്നതെന്ന് കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിക്കുകയാണ്. താൻ ഈ റിപ്പോർട്ട് കണ്ടിട്ടില്ല, എങ്ങനെയാണ് മാധ്യമങ്ങൾ ഈ റിപ്പോർട്ട് കണ്ടത്, അതിലെ വിവരങ്ങൾ എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് പുറത്തുവിടാൻ കഴിഞ്ഞത്, ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ചു കാണിക്കുന്നു, രാഷ്ട്രീയപരമായി സർക്കാരിനെ ആക്രമിക്കാനുള്ള നീക്കത്തിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്. മറ്റ് വാർത്തകൾ നോക്കിയാൽ തൃശൂർ പൂരം കലക്കിയത് ADGP MR അജിത് കുമാർ തന്നെയെന്ന് CPI മുഖപത്രമായ ജനയുഗവും.
ഇതോടെ LDF-ൽ പ്രതിസന്ധി രൂക്ഷമായി. പൂരം പരിപാടികൾ നിയന്ത്രിച്ചത് അജിത് കുമാറാണെന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളുണ്ടെന്നും സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള ഗൂഢാലോചനയുടെ ഓരോ നീക്കവും വീഡിയോയിലുണ്ടെന്നും ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. ADGPയുടെ RSS കൂടിക്കാഴ്ച സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് കോൺഗ്രസും. ഇക്കാര്യം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കും DGPക്കും കത്ത് നൽകി. MR അജിത് കുമാറിന് നടപടിയെടുക്കില്ല എന്ന സൂചന മുഖ്യമന്ത്രി നൽകിയതോടുകൂടി അത് ഇടതുമുന്നണിയിൽ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. CPI കുറച്ചുകൂടി കടുത്ത നിലപാടിലേക്ക് കാര്യങ്ങൾ മാറ്റുകയാണ്. ഇന്ന് CPIയുടെ മുഖപത്രമായ ജനയുഗത്തിൽ വന്ന ലേഖനത്തിൽ രൂക്ഷ വിമർശനവും പരിഹാസവുമാണ് MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെയൊക്കെ പോലീസ് പൂരം കലക്കിയെന്ന് പറയുന്ന CPI ഇപ്പോൾ അജിത് കുമാർ തന്നെയാണ് പൂരം കലക്കിയതെന്ന് നേരിട്ട് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വിമർശനവുമായി രംഗത്ത് വരുന്നത്. അജിത് തമ്പുരാന്റെ കണ്ടുപിടുത്തം എന്നാൽ പരിഹാസം കൂടി ലേഖനത്തിലുണ്ടായ റിപ്പോർട്ടിനെ അങ്ങനെയാണ് CPIയുടെ മുഖപത്രം പറയുന്നത്. പൂരം കലക്കൽ വേളയിൽ ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഭക്തജനങ്ങളെ അജിത്ത് അഭിസംബോധന ചെയ്യുന്നു. ഒരു ADGP ഉള്ളപ്പോൾ എങ്ങനെയാണ് മറ്റൊരു കീഴുദ്യോഗസ്ഥൻ അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി ജയിപ്പിക്കാമെന്ന ഗൂഢാലോചനയുടെ ഓരോ നീക്കവും അവിടെ നിന്ന് വന്ന തെളിവുകളിലുണ്ട് എന്നും CPI പറയുന്നു. നാണംകെട്ട റിപ്പോർട്ട് തയ്യാറാക്കി സ്വയം കുറ്റവിമുക്തനായി മാറിയ അജിത് കുമാറിനെ എന്നാണ് അജിത് കുമാറിനെ ജനയുഗം ലേഖനം പരിഹസിക്കുന്നത്. അതായത് അജിത് കുമാർ തന്നെയാണ് പൂരം കലക്കിയതെന്ന നിഗമനത്തിലേക്ക് CPI എത്തുകയാണത് മുന്നണിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. പ്രതിപക്ഷവും അജിത് കുമാറിനെതിരെ വീണ്ടും രംഗത്ത് വരികയാണ്. ശക്തമായ വിമർശനമാണ് ഇന്ന് K മുരളീധരൻ അജിത് കുമാറിനെതിരെ ഉന്നയിച്ചത്. പാർട്ടി നേതാക്കളെ നിങ്ങൾക്ക് വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പൂരം സംഭവത്തിൽ? മന്ത്രി രാജന് വിശ്വാസമുണ്ടോ ഈ റിപ്പോർട്ടില്? അവിടുത്തെ സ്ഥാനാർത്ഥി ഒന്നാം പിണറായി സർക്കാരിൽ പിണറായി തന്നെ ഏറ്റവും നല്ല മന്ത്രിയെന്ന് അഭിനന്ദിച്ച സുനിൽകുമാറിനെ ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ റിപ്പോർട്ട് കൊണ്ട് RSS കൂടിക്കാഴ്ചയിൽ അജിത് കുമാറിന്റെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് MLA വിൻസെന്റ് ഇന്ന് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. അജിത് കുമാറിനെതിരെ മറ്റു പല അന്വേഷണങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ഈ കാര്യത്തിൽ മാത്രം അന്വേഷണമില്ല. അത് അടിയന്തര നിയമ നടപടി ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കത്ത് നൽകിയിരിക്കുന്നത്. നിയമസഭയിലെയും വിഷയം പ്രതിപക്ഷം ഉന്നയിക്കും. അവർക്ക് കിട്ടിയ വലിയൊരു രാഷ്ട്രീയ ആയുധമായി തന്നെയാണ് അവർ ഇതിനെ കാണുന്നത്. 4-ാം തീയതി സഭാ സമ്മേളനം സെഷൻ ആരംഭിക്കുകയാണ്. അവിടെയും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരും. ഏതായാലും ഭരണമുന്നണി പ്രതിസന്ധിയെ മാറാൻ പോകുന്നത് ഇങ്ങനൊരു നിലപാട് മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോഴും CPI കടുത്ത നിലപാട് തുടരുകയാണ്. വരും ദിവസങ്ങളിൽ ഇടതുമുന്നണി രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പൊട്ടിത്തെറികൾ തുടക്കമായി കൂടി ഈ ജനയുഗ ലേഖനവും അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും കാണേണ്ടതുണ്ട്. MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുന്നത് സംബന്ധിച്ച് മകൾ ആശയുടെ പരാതി പരിഗണിച്ച ശേഷമേ തീരുമാനമെടുക്കാവൂവെന്ന് ഹൈക്കോടതി. ലോറൻസിന്റെ മകൾ ആശ ലോറൻസ് നൽകിയ ഹർജിയിലാണ് തീരുമാനം. അതേസമയം MM ലോറൻസിന്റെ അന്ത്യയാത്രയിൽ ടൗൺ ഹാളിൽ അരങ്ങേറിയത് നാടകീയ രംഗങ്ങളാണ്. മൃതദേഹത്തിനായി ആശയും മകനും നിലയുറപ്പിച്ചതോടെ അന്ത്യാഭിവാദ്യം അർപ്പിച്ച് പ്രവർത്തകരും രംഗത്ത് വന്നു. ഇതോടെ തർക്കം രൂക്ഷമായി. തർക്കത്തിനിടെ ആശ ലോറൻസ് നിലത്ത് വീണു. ചെറുമകന് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായി. ബലപ്രയോഗത്തിലൂടെ ആശ ലോറൻസിനെയും ചെറുമകനെയും മാറ്റി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ടിലേക്ക്. അങ്ങേയറ്റം നാടകീയ മുഹൂർത്തങ്ങളിലൂടെയാണ് MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൈമാറുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംഭവിച്ച അങ്ങേയറ്റം സംഘർഷഭരിതമായിരുന്നു. മകൾ ആശ ലോറൻസ് ഹൈക്കോടതിയെ സമീപിച്ച് MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുകയല്ല വേണ്ടത്, മതാചാരപ്രകാരം സംസ്കരിക്കണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. മതാചാര ചടങ്ങുകൾ, അതായത് തന്റെ പിതാവ് അക്കമിട്ട് നിരത്തുകയാണ്. തന്റെ പിതാവ് മാമോദിസ മുങ്ങിയ ആളാണ്. തങ്ങൾ 4 മക്കളുടെയും വിവാഹ ചടങ്ങ് പള്ളിയിൽ വെച്ച് നടത്തപ്പെട്ടു. അദ്ദേഹത്തിന്റെ വിവാഹം, MM ലോറൻസിന്റെ വിവാഹം പള്ളിയിൽ വെച്ചാണ് നടത്തിയത്. അവസാന ഘട്ടത്ത് ആശുപത്രി കിടക്കയിലായിരുന്നപ്പോഴൊക്കെ ബൈബിൾ വചനങ്ങൾ കേട്ട് ഈശ്വരവിശ്വാസിയായിരുന്ന ഒരാളാണ്. അങ്ങനെ, അതായത് അമേരിക്കയിലുള്ള മകൾ ഫോണിലൂടെ ബൈബിൾ വചനങ്ങൾ വിളിച്ച് ചൊല്ലിക്കൊടുക്കുന്നു. അതുപോലെ പരിചരിക്കാൻ നിന്ന ആൾ ബൈബിൾ വായിച്ചു കൊടുക്കുന്നു. അപ്പോഴും നിന്റെ വിശ്വാസം പോലെ ആകട്ടെ എന്ന് അദ്ദേഹം പറയുമ്പോഴും മറ്റുള്ളവരുടെ വിശ്വാസത്തെ കൂടി അക്സെപ്റ്റ് ചെയ്തു പോന്നിരുന്ന, ഉൾക്കൊണ്ടു പോന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യം വ്യക്തമാണ്. MM ലോറൻസിനെ നേരിട്ട് അറിയാവുന്നവർക്കൊക്കെ ഒരു പക്ഷേ ഇതൊരു മാതൃകാപരമായ തീരുമാനമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. തന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വൈദ്യപഠനത്തിന് വിട്ടുകൊടുക്കുക എന്നൊരു രീതിയിലേക്ക് നീങ്ങുമ്പോൾ തീർത്തും മാതൃകാപരമായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്നിരുന്നാൽ പോലും ഈ അവസാന ഘട്ടത്തിൽ കേരളം കണ്ടിട്ടുള്ള
മഹാനായ ഒരു നേതാവിൻ്റെ, അനിഷേധ്യനായ ഒരു നേതാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾക്ക് ഇത്തരം സംഘർഷഭരിതമായിട്ടുള്ള ഇത്തരം വികാരനിർഭരമായ നിമിഷങ്ങൾ, ഇങ്ങേയറ്റം നാടകീയ നിർഭരമായ നിമിഷങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ള ഒരു സാഹചര്യം കൂടി അങ്ങേയറ്റം അപലപനീയമാണ്. പക്ഷേ മകൾ ആശാ ലോറൻസ് BJP അനുഭാവിയാണ്. ആശാ ലോറൻസിനെ BJP അനുഭാവികളായ ചിലർ അല്ലെങ്കിൽ ചില RSSകാർ മോൾഡ് ചെയ്ത് വിട്ടതാണ് എന്നുള്ള അഭിപ്രായമാണ് സഹോദരൻ ML സജീവൻ പറഞ്ഞത്. പക്ഷേ ഇത് ആശയുടെ വാക്കുകളല്ല, അല്ലെങ്കിൽ ആശയല്ല ഇത്തരത്തിൽ പ്രതികരിച്ചത് എന്നുള്ള തരത്തിലായിരുന്നു സഹോദരൻ പ്രതികരിച്ചത്. മാത്രമല്ല അദ്ദേഹം അവസാന ഘട്ടത്തിൽ തന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ വിട്ടു നൽകണമെന്ന് മക്കളോട് പറഞ്ഞിരുന്നതായി മകൾ സുജാതയും അതുപോലെ തന്നെ സജീവനും കോടതിയിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്നിരുന്നാൽ പോലും കോടതി ആശാ ലോറൻസിന്റെ ഹർജി പരിഗണിച്ച് ആശയുടെ കൂടി ആശങ്ക പരിഹരിച്ച ശേഷം ഇക്കാര്യത്തിൽ താൽക്കാലികമായി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് നൽകേണ്ട, തൽക്കാലത്തേക്ക് അതൊന്ന് നിർത്തിവെക്കണമെന്ന് ഉത്തരവിടുകയായിരുന്നു. ആ ഉത്തരവിന് ശേഷം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കണം, അതായത് ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമാകുന്നവരെ മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കണം എന്നൊരു നിർദ്ദേശം കൂടി വരികയും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അതല്ലെങ്കിൽ അനാട്ടമി വിഭാഗം മേധാവി പ്രിൻസിപ്പളായിരിക്കുന്ന ആൾ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കണം, അദ്ദേഹത്തിന് അന്തിമ തീരുമാനമെടുക്കാം എന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അന്തിമ തീരുമാനമെടുക്കുമ്പോൾ പരാതിക്കാരിയുടെ കൂടി അഭിപ്രായം അറിയണം എന്നൊരു കാര്യം കൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അങ്ങേയറ്റം വികാരനിർഭരമായ, അങ്ങേയറ്റം സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയായിരുന്നു ടൗൺ ഹാളിന്റെ അങ്കണം. ഇവിടെ മുഴുവൻ പാർട്ടി പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരുന്നു. കാരണം MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകുന്ന ചടങ്ങ് 4 മണിക്കായിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവരായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മൃതദേഹവുമായി എത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധിയുമായി വന്ന ശേഷം മകൾ ആശാ ലോറൻസും മകനും അവിടെ എത്തുന്നു. പിടിവലിയുണ്ടാകുന്നു, സംഘർഷമുണ്ടാക്കുന്നു, പാർട്ടി പ്രവർത്തകരും ഇവരും തമ്മിൽ തർക്കമുണ്ടാകുന്നു. അങ്ങനത്തെ ഒരു അങ്ങേറ്റം സംഘർഷമുണ്ടാക്കുന്ന സാഹചര്യത്തിലൂടെയാണ് ടൗൺ ഹാൾ കടന്നുപോയത്. എന്നിരുന്നാൽ പോലും ഈ ഒരു വിധിയെ തുടർന്ന് ഹൈക്കോടതി വിധിയെ മാനിച്ച് മൃതദേഹം മോർച്ചറിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. എന്തായാലും ഇതിൽ അന്തിമ തീരുമാനമെടുത്ത ശേഷം മാത്രമേ തുടർ നടപടികൾ ഉണ്ടാകൂ എന്നുള്ള കാര്യം വ്യക്തമാണ്. ടൗൺ ഹാളിലെ നാടകീയ രംഗങ്ങൾക്ക് പിന്നിൽ BJPയും RSSും എന്ന് MM ലോറൻസിന്റെ മകൻ സജീവൻ ലോറൻസ് ആരോപിച്ചു. ഒരു സാധാരണ കുടുംബത്തിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാവും. ഏത് കുടുംബത്തിലും, കേരളത്തിലെ ഏത് കുടുംബത്തിലും ബന്ധുക്കളിൽ ആരെങ്കിലും മൃതദേഹം അങ്ങനെ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ എതിർക്കുന്ന ആളുണ്ടാവും. അത് സ്വാഭാവികമാണ്. മിക്കവാറും എല്ലാ ഫാമിലിയിലും ഉണ്ടാവും അങ്ങനെ വിട്ടുകൊടുക്കുന്നത്. മിക്കവരും അവരവരുടെ മതാചാരപ്രകാരം ക്രിമിനേഷനും ഫ്യൂണറലും നടത്തണം എന്നുള്ള ആഗ്രഹക്കാരായിരിക്കാം ഇവിടുത്തെ സമൂഹത്തിൽ. അല്ലാണ്ട് വലിയ രീതിയിലുള്ളൊരു ഇഷ്യൂ നടന്നു എന്ന് ഞാൻ പറയില്ല. പക്ഷേ അത് ചിലർ വേറെ തരത്തിൽ അവരുടെ ദുഷ്ടലാക്കോടുകൂടിയുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലോട്ട് ചെയ്യാൻ ശ്രമിച്ചു. അതാണ് എല്ലാത്തിലും ഇഷ്യൂ. പാർട്ടി മരിച്ചൊരാളെ ചതിക്കേണ്ട കാര്യമില്ല, ജീവിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ ചതിക്കേണ്ടത്. അത് കുറച്ച് BJPക്കാർ അവിടെ വരുന്നു, അവർ ഇവിടെ വിളിച്ചുകൊണ്ട് പോകുന്നു, അവളെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നു. അതാണ് ഉണ്ടായത്. ഇത് നേരത്തെ തന്നെ ഈ മകളെ BJPക്കാർ എക്സ്പ്ലോട്ട് ചെയ്യുന്നു. പൊളിറ്റിക്കലായിട്ട് ലെഫ്റ്റ് മൂവ്മെൻറ്റിനെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പ്ലോട്ട് ചെയ്യുന്നു. അവളുടെ മകളെ കൊണ്ടിരുത്തുന്നു. അത് BJPയുടെ തന്നെ ഒരു സീനിയർ ലീഡറായിട്ടുള്ള കുമ്മനം രാജശേഖരൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹത്തിൽ എട്ടും പൊട്ടും തിരിയാത്തൊരു പയ്യനെ കൊണ്ടിരുത്തിയിട്ട് ലോറൻസിൻ്റെ ഗ്രാൻഡ്സൺ, അങ്ങനെ ജനറ്റിക്കായിട്ടല്ല പൊളിറ്റിക്സ് പോകുന്നത്. ഒരച്ഛൻ്റെ മകൻ കമ്മ്യൂണിസ്റ്റ് ആവണമെന്നില്ല, അച്ഛൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനോ ആവണ്ട. ഇതൊക്കെ എല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പച്ചൻ, എൻ്റെ ഫാദറിൻ്റെ ഫാദർ കോൺഗ്രസ് ആയിരുന്നു, എൻ്റെ അപ്പച്ചനും കോൺഗ്രസ് ആയിരുന്നു. അത് പിന്നീടാണ് കമ്മ്യൂണിസ്റ്റ് ആയത്. മക്കൾ കമ്മ്യൂണിസ്റ്റ് ആവണമെന്ന് അപ്പച്ചൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ആവണ്ടെന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ സ്വാതന്ത്ര്യം എന്തായാലും വീട്ടിലുണ്ട്. ഇഷ്ടമുള്ള പൊളിറ്റിക്സ് തിരഞ്ഞെടുക്കാനും ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാനും വേണ്ടെങ്കിലും വേണ്ടെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും ഈ മൊമെൻറ്റിലും ഉണ്ട്. ഞങ്ങളെല്ലാം അതനുസരിച്ച് ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് BJPയോ RSSോ ആവുന്നതിലൊന്നും ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. വനം മന്ത്രിയെ വേദിയിലിരുത്തി വനം വകുപ്പിനെതിരെ അതിരൂക്ഷ വിമർശനം നടത്തി പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ട് PV അൻവർ. സൗരോർജ്ജ വേലി പോലെ വന്യജീവി ശല്യം തടയാൻ അടിസ്ഥാനപരമായി നിർമ്മിക്കേണ്ട കാര്യങ്ങൾക്ക് പകരം വനം വകുപ്പ് കെട്ടിടങ്ങൾ പണിയുകയാണെന്നായിരുന്നു അൻവറിന്റെ ആരോപണം. വനം വകുപ്പിൽ ജനവികാരം മനസ്സിലാകാത്ത വന്യജീവികളെക്കാൾ മോശം മനസ്സുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ഇത്തവണ
പലതും നിയമസഭയിൽ പറയാൻ അവസരം കിട്ടുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് വേദിയിൽ പറയുന്നതെന്നും അൻവർ പറഞ്ഞു. പരിപാടിക്ക് ശേഷം വാഹനം മാറ്റിയിടാൻ പറഞ്ഞുവെന്ന് ആരോപിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടും ഓഫീസിലെത്തി അൻവർ തട്ടിക്കയറി. CB അനുഭവത്തിന്റെ റിപ്പോർട്ട് കാണാം. വിവാദ വിഷയങ്ങളിൽ ഇനി പരസ്യ പ്രസ്താവന താൽക്കാലികമായില്ലെന്ന് കഴിഞ്ഞ ദിവസം PV അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഇന്ന് നിലമ്പൂരിൽ നടന്ന പൊതുപരിപാടിക്കിടെ അൻവർ പക്ഷേ വിവാദ വിഷയങ്ങളിൽ കാര്യമായൊന്നും പ്രതികരിച്ചില്ല. പക്ഷേ മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തി. ഇത്തവണ വനം വകുപ്പിനെതിരെയായിരുന്നു അൻവറിന്റെ കടന്നാക്രമണം. അതും വനമന്ത്രി AK ശശീന്ദ്രനെ വേദിയിലിരുത്തി. വനംവകുപ്പ് ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കുന്നില്ലെന്നും വന്യജീവികളുടെ സംരക്ഷണം മാത്രമാണ് അവരുടെ ശ്രദ്ധ എന്നുമായിരുന്നു അൻവറിന്റെ ആദ്യത്തെ ആക്ഷേപം. അതും രൂക്ഷമായ ഭാഷയിൽ. വന്യജീവികൾ കാടിറങ്ങുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിന് കാടിനുള്ളിൽ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കണം. അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം. എന്നാൽ വനം വകുപ്പ് അതൊന്നും ചെയ്യുന്നില്ല. അതൊന്നും പരിശോധിക്കാനും ആരെയും സമ്മതിക്കുന്നില്ല. കാടിനുള്ളിൽ എന്ത് നടക്കുന്നുവെന്ന് ഒരു പഞ്ചായത്ത് മെമ്പർക്ക് പോലും അന്വേഷിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. വനം വകുപ്പ് വന്യജീവികൾ കാടിറങ്ങുന്നതിന് തടയാൻ സൗരോർജ്ജ വേലിയടക്കമുള്ള സംവിധാനങ്ങൾ കൂടുതൽ ഒരുക്കേണ്ടതാണ്. പക്ഷേ അതിനൊന്നും ശ്രദ്ധിക്കാതെ കൂടുതൽ കെട്ടിടങ്ങൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കെട്ടിടങ്ങൾ പണിയുന്നത് അനാവശ്യമായാണ്. ഇതിന് ചെലവഴിക്കേണ്ട പണം സൗരോർജ്ജ വേലി പോലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാറ്റിവെക്കേണ്ടതാണ്. വനമന്ത്രിയെ വേദിയിലിരുത്തി അൻവർ അതിരൂക്ഷമായ ഭാഷയിലായിരുന്നു വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഇവിടെ എത്തി വനം വന്യജീവി കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവിയേക്കാൾ അപ്പുറമായിട്ടുണ്ട്. പുലി കടിച്ചു കഴിക്കുന്നത് ഒന്നില്ലെങ്കിൽ വിശന്നിട്ടാണ്, അല്ലെങ്കിൽ ഭയപ്പെട്ടിട്ടാണ്. എന്തൊക്കെ സംഭവം നമ്മുടെ ഇവിടെ ഉണ്ടായി. ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടിട്ട് ഇവിടെ ആ സഹോദരന്റെ ശവം പൊതുപ്രദർശനത്തിന് വെക്കാൻ ഡിവിഷണൽ ഓഫീസിൽ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒരു DFO. ഇവിടെ നടപടി ഉണ്ടായ ബഹുമാനപ്പെട്ട മന്ത്രി. പിന്നെ മറ്റുള്ള ഉദ്യോഗസ്ഥർ ബഹളം വെച്ചിട്ടാ. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ, ഇവിടെ മനസ്സെവിടെ എത്തി. പകൽ ഈ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടാൽ സഹ ഉദ്യോഗസ്ഥർക്ക് ഒരു റീത്ത് സമർപ്പിക്കാൻ ഈ പറയുന്ന ബഹുമാനപ്പെട്ട ഡിവിഷണൽ ഓഫീസിന്റെ മുറ്റത്ത് വരാന്തയിൽ സമ്മതിച്ചോ? ഉദ്യോഗസ്ഥരുടെ ഭരണം അനുവദിക്കാനാകില്ല. അവരെ വരച്ച വരയിൽ നിർത്തണം. ഒരു പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടെങ്കിൽ ആ പഞ്ചായത്ത് മെമ്പറാണ് ഉദ്യോഗസ്ഥരെക്കാൾ വലുത്. അത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കണം. വനം വകുപ്പിന്റെ വിവിധ പ്രശ്നങ്ങൾ താൻ ഇത്തവണ നിയമസഭയിൽ പ്രസംഗിക്കാൻ ഒരുങ്ങിയതാണെന്നും എന്നാൽ ഇത്തവണ നിയമസഭയിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടുമോ എന്ന് അറിയാത്തതിനാൽ വേദിയിൽ പറയുകയാണെന്നും അൻവർ പറഞ്ഞു. 1972 വന്യജീവി നിയമത്തിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് താൻ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ സുപ്രീം കോടതി ഹൈക്കോടതിയെ സമീപിക്കാനാണ് ആവശ്യപ്പെട്ടത്. ഈ ഒരു കേസിൽ കക്ഷി ചേരാൻ വനം വകുപ്പിനോട് താൻ ആവശ്യപ്പെടുകയാണെന്നാവശ്യപ്പെട്ട് വനം മന്ത്രിക്ക് അൻവർ നിവേദനവും വേദിയിൽ വെച്ച് തന്നെ നൽകി. പ്രസംഗത്തിന് ശേഷം വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി അൻവർ കയർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അൻവറിന്റെ വാഹനം പാർക്ക് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു അത്. ഓഫീസിലേക്ക് ചെന്ന് ഉദ്യോഗസ്ഥരോട് അൻവർ തട്ടിക്കയറുകയും ചെയ്തു. ആവശ്യത്തിന് മതി, മര്യാദ കൊണ്ട് മനുഷ്യരോടാ. നിങ്ങൾക്ക് ഒരാൾക്ക് പ്രോഫിറ്റ് നടക്കുന്ന ഫോറസ്റ്റ് രണ്ടിക്കരം ചെയ്യാം. എന്താണെങ്കിലും PV അൻവറിന്റെ ഇത്തവണത്തെ ആരോപണങ്ങൾ അതീവ ഗുരുതരമായിട്ട് തന്നെയാണ് വനം വകുപ്പ് കാണുന്നത്. അതിന് പിന്നിൽ രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങൾ പലതുണ്ട്. കാരണം വന്യജീവി ആക്രമണം ഏറ്റവും അധികം നേരിടുന്ന ഒരു മേഖലയാണ് നിലമ്പൂർ എന്നതുകൊണ്ട് തന്നെ PV അൻവർ വനം മന്ത്രിയെ വേദിയിലിരുത്തി ഈ ഒരു കാര്യം അതീവ ഗുരുതരമായി ഉന്നയിക്കുമ്പോൾ അതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും വേറെയാണ്. എന്താണെങ്കിലും PV അൻവർ വിവാദ വിഷയങ്ങളിൽ ഒന്നും പറഞ്ഞില്ലെങ്കിലും മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തുകയായിരുന്നു നിലമ്പൂരിൽ നിന്നും CB അനുമോദ്, ന്യൂസ് 18. PV അൻവറിന്റെ വിമർശനങ്ങളിൽ അതൃപ്തി പ്രകടമാക്കി മന്ത്രി AK ശശീന്ദ്രൻ. പറഞ്ഞത് ശരിയായോ എന്ന് അദ്ദേഹം ആലോചിക്കട്ടെ. അദ്ദേഹത്തെ പോലെയുള്ള MLA പറയുന്നതിന് അതേ ഭാഷയിൽ മറുപടി പറയാൻ താൻ പഠിച്ചിട്ടില്ല. അറിയേണ്ടത് എല്ലാം മുഖ്യമന്ത്രി അറിയുന്നുണ്ട്. ഇതൊന്നും കേട്ട് വികാരം കൊള്ളുകയോ ദുഃഖിക്കുകയോ ഇല്ല എന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. ഞാൻ എങ്ങനെയാണ് പറയേണ്ടതെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അപ്പം അദ്ദേഹം ആലോചിക്കുക, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറം അങ്ങനെയാണോ പറയേണ്ടത് എന്ന്. അത് ഓരോരുത്തർ ഓരോ സ്റ്റൈലാണ് പറയുക. ഞാൻ പറയുമ്പോഴല്ല പറയാം. അത് ശരിയായോ ഇല്ലയെന്ന് അദ്ദേഹം തന്നെ ആലോചിക്കുക.
അദ്ദേഹത്തെക്കാൾ പ്രായമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് അങ്ങനെയാണോ അത് വേണ്ടത് അല്ലയോ ശരിയായോ എന്ന് അദ്ദേഹം ആലോചിക്കട്ടെ. അത് അദ്ദേഹത്തിൻ്റെ വിവേചനത്തിന് ഞാൻ വിട്ടുകൊടുക്കുന്നു. ഈ പറഞ്ഞതിൽ അദ്ദേഹത്തെ പോലുള്ള ഒരു MLA പറയുമ്പോൾ അതേ ഭാഷയിൽ മറുപടി പറയാൻ ഞാനിതുവരെ പഠിച്ചിട്ടില്ല. മുഖ്യമന്ത്രിക്ക് ശ്രദ്ധയിൽപ്പെടേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ പെടുത്തൊന്നും വേണ്ട. അടിസ്ഥാനം ഉണ്ടോ എന്നുള്ളത് അത് പിന്നെ അത് പറയാന്നല്ലോ. അടിസ്ഥാനം ഉണ്ടെങ്കിൽ അതേ പറഞ്ഞു ഇങ്ങനെയാണോ പറയേണ്ടതെന്ന് ഞാൻ ചോദിച്ചുള്ളൂ. ഇങ്ങനെയാണോ അത് പറയേണ്ടത്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, അത് ഭംഗിയായോ ഇല്ലയോ എന്ന് അദ്ദേഹം പറയാം. ഏയ് ഇതല്ല നമ്മൾ എത്ര കേട്ടത്. ഞാൻ മുഖ്യമന്ത്രിയുടെ ഭാഷ പറയുന്നില്ല. ഇതൊന്നും കേട്ടിട്ട് അങ്ങനെ പിന്നെ വികാരം കൊള്ളുകയോ ദുഃഖിക്കുകയോ ആവേശം കൊള്ളുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല ഞാൻ പണ്ട് അതിനു മാത്രമുള്ള പക്വത ഈ 10-60 കൊല്ലത്തെ പ്രവർത്തനത്തിലൂടെ ഞാൻ തേടിയിട്ടുണ്ട്. നടപടി സ്വീകരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അൻവർ ഉന്നയിച്ച ഏതെങ്കിലും വിഷയങ്ങളിൽ. ഇത് ഇനിയിപ്പം പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹം ആലോചിക്കട്ടെ എന്നല്ലേ ഞാൻ പറഞ്ഞത്. പിണറായിയുടെ കവചകുണ്ടലങ്ങളാണ് പി ശശിയും അജിത് കുമാറുമെന്ന് കെ മുരളീധരൻ. ഇത് പോയാൽ തന്റെ കാര്യം അപകടത്തിലാകുമെന്ന് പിണറായിക്ക് അറിയാം. അൻവറല്ല ബിനോയ് വിശ്വം തുള്ളിയാലും പിണറായി ഇവരെ വിടില്ല. ഇവരെ ഒഴിവാക്കിയാൽ രാജ്ഭവനിൽ പോയി രാജു കൊടുത്താൽ മതിയെന്ന് പിണറായിക്ക് അറിയാം. ജലീൽ ലീഗുകാരനായിരുന്നില്ലേ എന്നും അതുകൊണ്ട് പാരമ്പര്യത്തിന്റെ കാര്യമെന്നും CPM പറയേണ്ടതും കെ മുരളീധരൻ. കെ സുധാകരനെ തള്ളിയും കെ മുരളീധരൻ. അൻവറിന്റെ കാര്യത്തിൽ കോൺഗ്രസ് മാത്രം തീരുമാനമെടുത്താൽ പോരാ. അൻവർ രാഹുലിനെ കുറിച്ച് പറഞ്ഞതൊന്നും പൊറുക്കാനാവില്ല. UDF-ലെ ഘടകകക്ഷികൾക്കും പരാതിയുണ്ടെന്നും കെ മുരളീധരൻ പറഞ്ഞു. PV അൻവർ വിഷയത്തിൽ പാർട്ടിയും മുഖ്യമന്ത്രിയും പറഞ്ഞതാണ് കാര്യമെന്ന് മന്ത്രി V അബ്ദുറഹ്മാൻ. ഒരു സംവിധാനത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ ചട്ടക്കൂടുകളുണ്ട്, അതെല്ലാവരും പാലിക്കണം. അൻവറിന്റെ മേൽ എല്ലാം ചാർത്തുക എന്നതല്ല അതിനർത്ഥം. അന്വേഷണം പൂർത്തിയായാൽ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയും പാർട്ടിയും അൻവറിനെ തള്ളിപ്പറഞ്ഞിട്ടൊന്നുമില്ലെന്നും അബ്ദുറഹ്മാൻ പറഞ്ഞു. തൃശൂർ പൂരം കലക്കലിൽ KPCC അന്വേഷണ റിപ്പോർട്ട് എന്താണെന്ന് KPCC പ്രസിഡന്റിനോട് ചോദിക്കണമെന്ന് കെ മുരളീധരൻ. പരമ്പരാഗത വോട്ട് UDF-ൽ നിന്ന് ചോർന്നിട്ടുണ്ട്. അതിന്റെ മെച്ചം പക്ഷേ സുനിൽകുമാറിന് കിട്ടിയില്ല. അവിടെയാണ് പിണറായി കളിച്ചതും സുരേഷ് ഗോപി ജയിച്ചതുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. പാർട്ടി എടുക്കുന്ന സംഘടനാപരമായ ഏത് തീരുമാനത്തിനൊപ്പവും നിൽക്കുമെന്നും AK ശശീന്ദ്രൻ. മന്ത്രിപദവി ഏൽപ്പിച്ചത് പാർട്ടിയാണ്, തീരുമാനമെടുക്കേണ്ടതും പാർട്ടിയാണ്. മന്ത്രിസ്ഥാനം സംബന്ധിച്ച് പാർട്ടിയിൽ ഒരു ചർച്ചയും നടക്കുന്നില്ല എന്ന് പാർട്ടി അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. പാർട്ടി പരിപാടിയിൽ നിന്ന് വീണ്ടും വിട്ടുനിന്ന് EP ജയരാജൻ. അഴീക്കോടൻ രാഘവൻ അനുസ്മരണത്തിൽ EP പങ്കെടുത്തില്ല. MM ലോറൻസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എറണാകുളത്തേക്ക് പോകുന്നത് കൊണ്ടാണ് പങ്കെടുക്കാത്തതെന്നാണ് വിശദീകരണം. പയ്യാമ്പലത്തെ അനുസ്മരണ ചടങ്ങിലായിരുന്നു EP പങ്കെടുക്കേണ്ടിയിരുന്നത്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുന്നതും കാണുന്നതും പോക്സോ നിയമപ്രകാരം കുറ്റകരമാണെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് സുപ്രധാന വിധി. കുട്ടികളുടെ അശ്ലീല വീഡിയോകൾ ഡൗൺലോഡ് ചെയ്ത് കാണുന്നത് പോക്സോ നിയമപ്രകാരവും IT ആക്ട് പ്രകാരവും കുറ്റകരമല്ല എന്ന് മദ്രാസ് ഹൈക്കോടതി വിധിച്ചിരുന്നു. കുട്ടികളുടെ അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിച്ചാൽ മാത്രമേ അത് കുറ്റകരമാകുകയുള്ളൂ എന്നായിരുന്നു മദ്രാസ് ഹൈക്കോടതി വിധി. ഇതിനെതിരെ ഒരു സന്നദ്ധ സംഘടന നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ വിധി പ്രസ്താവം. മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി. ഇത്തരം അശ്ലീല ദൃശ്യങ്ങൾ ലഭിച്ചാൽ അത് പോലീസിനെ അറിയിക്കാതിരിക്കുന്നത് കുറ്റകരമാണെന്നും സുപ്രീംകോടതി വിധിച്ചു. ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി അതിഷി മർലേന ചുമതലയേറ്റു. രാവിലെ 12 മണിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. ഇതിനിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒഴിഞ്ഞ കസേര ഉപേക്ഷിച്ച് അതിഷി മറ്റൊരു കസേരയിലാണ് ഇരുന്നത്. 4 മാസത്തിനു ശേഷം ഡൽഹിയിലെ ജനങ്ങൾ കെജ്രിവാളിനെ വീണ്ടും അതേ കസേരയിൽ ഇരുത്തുമെന്നും അതുവരെ കസേര മുറിയിൽ ഒഴിഞ്ഞു തന്നെ തുടരുമെന്നും അതിഷി പറഞ്ഞു. കെജ്രിവാളിനായി കാത്തിരിക്കുമെന്നും അതിഷി കൂട്ടിച്ചേർത്തു. ജമ്മു കാശ്മീരിലെ 2ാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു. ബുദ്ഗാം, ശ്രീനഗർ, ഗന്ദർബാൽ, പൂഞ്ച്, രജൌരി ജില്ലകളിലായി 26 മണ്ഡലങ്ങളിലാണ് 2ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ്. 239 സ്ഥാനാർത്ഥികൾ ജനവിധി തേടും. പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി എത്തും. ശ്രീനഗർ, പൂഞ്ച് എന്നിവിടങ്ങളിലെ പ്രചാരണ റാലികളിൽ രാഹുൽ പങ്കെടുക്കും. ഒമർ അബ്ദുള്ള, രവീന്ദർ റെയ്ന, താരിഖ് ഹമീദ് കറ തുടങ്ങിയവരാണ് ജനവിധി തേടുന്ന പ്രമുഖർ. ലഡ്ഡു പ്രസാദമുണ്ടാക്കാനുള്ള നെയ്യിൽ മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് തിരുപ്പതി ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ മഹാശാന്തി ഹോമം നടത്തി. ഇന്ന് രാവിലെയാണ് തിരുപ്പതി ദേവസ്ഥാന ടെമ്പിൾ കോംപ്ലക്സിൽ പരിഹാരക്രിയയായി ഹോമം നടത്തിയത്. തിരുപ്പതി ദേവസ്ഥാനം എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്യാമല റാവുവും പൂജാരിമാരും TTD ഉദ്യോഗസ്ഥരും ഹോമത്തിൽ പങ്കെടുത്തു. തമിഴ്നാട് ആസ്ഥാനമായുള്ള AR ഡയറി പ്രോഡക്ട്സ് ആണ് ലഡ്ഡു പ്രസാദമുണ്ടാക്കാനുള്ള നെയ്യ് TTDക്ക് നൽകിയിരുന്നത്. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായ അനുര കുമാര ദിസനായകെ സത്യപ്രതിജ്ഞ ചെയ്തു.
ചീഫ് ജസ്റ്റിസ് ജയന്ത് ജയസൂര്യയ്ക്ക് മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്നലെ ആദ്യഘട്ട വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ ചരിത്രത്തിൽ ആദ്യമായി പ്രിഫറൻസ് വോട്ടുകൾ കൂടി എണ്ണിയാണ് ദിസനായികെ അധികാരത്തിൽ എത്തിയത്. വീണ്ടും ഇടവേള. ഡ്രൈവർ അർജുനായുള്ള തെരച്ചിൽ തുടരുന്നു. അർജുന്റെ തിരിച്ചുവരവിനായി പ്രാർത്ഥിച്ച കേരളം. ഇന്ന് വിളിച്ചപ്പോൾ ഫോൺ റിംഗ് ചെയ്തിരുന്നു രാവിലെ. ഓരോ വിവരങ്ങളും ഏറ്റവും വേഗത്തിൽ ന്യൂസ് 18-ലൂടെ. മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ ശക്തമായ ഇടപെടലുണ്ടായത്. മൽപ്പ സംഘം ഇപ്പോൾ പരിശോധന നടത്തുകയാണ് ഗംഗാവലി നദിയിൽ. അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ മൽപ്പയുടെ തെരച്ചിലിൽ ഇത്തരത്തിലൊരു ജാക്കി കണ്ടെത്തിയിരിക്കുന്നത്. മനോഫെ, നമുക്കിപ്പോൾ ഒരു ജാക്കി ലഭിച്ചിരിക്കുന്നു. അത് നമ്മുടെ വാഹനത്തിനെ തന്നെയാണ്. അതെ അതെ. ഏറ്റവും വസ്തുനിഷ്ഠമായി ഷിരൂരിൽ നിന്ന് KV ബൈജുവിന്റെ റിപ്പോർട്ട്. ഇന്ന് അവര് ടെക്നിക്കലായി ഒരു കൃത്യമായ സ്പോട്ട് തട്ടുകടയുടെ പിറകിലുള്ള ആഴം അവർ കണ്ടെത്തിയിട്ടുണ്ട്. ആ ലോറി അത് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള സൂചന AK അഷ്റഫ് MLA-യിലൂടെ നമ്മൾ പുറത്തുവിടുകയാണ്. അർജുന്റെ ബന്ധുക്കളെ കേരളം ചേർത്തു പിടിച്ചു. ദിവസമേറെയായെങ്കിലും പ്രതീക്ഷ കൈവിടാതെ മിഴിയണയാതെ ഒരു നാട് മുഴുവൻ കാത്തിരിക്കുകയാണ്. പ്രതിസന്ധികളെ തരണം ചെയ്ത് അവൻ തിരിച്ചു വരുന്നത് കാത്ത്. അർജുന്റെ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി. നമുക്കൊരു ക്രാഷ് കാർഡ് ഇപ്പോൾ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള അത് നമ്മളെ തന്നെ. ഊഹാപോഹങ്ങളോ പെരുപ്പിച്ചു പറയലോ ഇല്ലാതെ വസ്തുനിഷ്ഠമായി അതതു നിമിഷം. ന്യൂസ് 18 കേരളം, മലയാളത്തിന്റെ ദേശീയ ചാനൽ. ഓണാവധി കഴിഞ്ഞതോടെ കാലുകുത്താനിടമില്ലാതെ ട്രെയിൻ യാത്ര. വേണാട് എക്സ്പ്രസിലെ വൻ തിരക്കിൽ 2 യാത്രക്കാർ കുഴഞ്ഞു വീണു. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട ട്രെയിൻ പിറവൻ റോഡ് കഴിഞ്ഞപ്പോഴാണ് ജനറൽ കമ്പാർട്ട്മെന്റിലെ യാത്രക്കാരായ 2 സ്ത്രീകൾ കുഴഞ്ഞു വീണത്. മറ്റ് യാത്രക്കാർ ഇവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി. വന്ദേ ഭാരതിനായി ട്രെയിൻ പിടിച്ചിടുന്നതും ദുരിതം വർദ്ധിപ്പിക്കുകയാണ്. ലൈംഗിക പീഡനക്കേസിൽ ജയസൂര്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി തീർപ്പാക്കി. ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് ഇരു കേസിലുമെന്ന പ്രോസിക്യൂഷൻ നിലപാട് അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി നടപടി. കണ്ടോൺമെന്റ്, കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളാണ് നടപടി. തനിക്കെതിരായ കേസ് കെട്ടിച്ചമച്ചതാണെന്നും പീഡനം നടന്നതായി ആരോപിക്കുന്ന തീയതികൾ വൈരുദ്ധ്യമുണ്ടെന്നും നേരത്തെ ഹർജി പരിഗണിച്ചപ്പോൾ ജയസൂര്യ വാദിച്ചിരുന്നു. പൂനെയിൽ എനസ്റ്റാൻ യങ് കമ്പനിയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലിയിലേക്ക് മരിച്ച അന്ന സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തി മന്ത്രിമാരായ MP രാജേഷും മുഹമ്മദ് റിയാസും. അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിൽ നിർമ്മല സീതാരാമന്റെ പ്രസ്താവന പിൻവലിക്കണമെന്ന് മന്ത്രിമാർ ആവശ്യപ്പെട്ടു. കോർപ്പറേറ്റ് പശ്ചാത്തലമുള്ള ധനമന്ത്രിയിൽ നിന്ന് വന്ന പ്രസ്താവനയിൽ അത്ഭുതമില്ലെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. കോർപ്പറേറ്റ് കമ്പനികളെ സംരക്ഷിക്കുന്ന ദാസ്യവേല ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ എന്നായിരുന്നു മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. സാമ്പത്തിക ലാഭം കൊയ്യുന്ന ഡ്രാക്കുളകളായി ഇത്തരം IT കമ്പനികൾ മാറിയിരിക്കുകയാണ്. ആ ഡ്രാക്കുളകളെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രസ്താവന ഡ്രാക്കുളയുടെ സംരക്ഷകയായി നിർമ്മല സീതാരാമൻ മാറുന്നതിന് തുല്യമായി മാറിയിരിക്കുകയാണ്. ഇത്തരം മെന്റൽ സ്ട്രെസ്സിനെ എങ്ങനെ നേരിടണമെന്നുള്ളത് വീട്ടിൽ നിന്നും പഠിപ്പിക്കണമെന്നാണ് ഇന്ത്യയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു മന്ത്രി ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത്. അന്വേഷണം നടത്തി ചൂഷണം നടത്തിയ കോർപ്പറേറ്റ് കമ്പനിയെയും നാളെ ഇത് ആവർത്തിക്കാതിരിക്കാൻ അതിലൂടെ നിയമം കൊണ്ടുവരേണ്ട കേന്ദ്ര സർക്കാരിന്റെ മറ്റൊരു പ്രതിനിധി ഇത് വീട്ടുകാരുടെ കുഴപ്പമാണെന്ന് തോന്നുന്ന നിലയിലേക്കുള്ള പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. ഈ ചൂഷണത്തിനെതിരെ നടപടിയെടുക്കേണ്ട കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യമന്ത്രി ഇതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്നതാണ്. നിർമ്മല സീതാരാമന്റെ പ്രസ്താവന നടുക്കമുളവാക്കുന്നതാണ്, ഹൃദയശൂന്യമാണ്. അവർ പറഞ്ഞത് സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ചും വർക്ക് പ്രഷർ നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടതിനെ കുറിച്ചുമൊക്കെയാണ്. 24 മണിക്കൂറിൽ 16 മണിക്കൂർ ജോലി ചെയ്യിക്കുന്നതിനുള്ള പരിഹാരം സ്ട്രെസ് മാനേജ്മെന്റാണ്. നാട്ടിൽ നിയമമില്ലേ? ആ നിയമം നടപ്പാക്കേണ്ടവർ ആ നിയമലംഘനത്തിനും ഇമാതിരിയുള്ള ചൂഷണത്തിനുമെതിരെ നടപടിയെടുക്കേണ്ടവർ അവർക്കൊപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത്, ചൂഷകർക്കൊപ്പം നിൽക്കുകയാണ്. നിർമ്മല സീതാരാമനിൽ നിന്ന് അങ്ങനെ പ്രസ്താവന വന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം അവരുടെ പശ്ചാത്തലം തന്നെ കോർപ്പറേറ്റ് പശ്ചാത്തലമാണ്. കോർപ്പറേറ്റ് കമ്പനിയിലെ ജോലി രാജിവെച്ച് അതിനേക്കാൾ ലാഭകരമായിട്ടുള്ള ഏർപ്പാടാണെന്ന നിലയിൽ രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരാളാണല്ലോ നിർമ്മല സീതാരാമൻ.
കോട്ടയം SME കോളേജിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പ്രതിഷേധം. വിദ്യാർത്ഥി ജീവനൊടുക്കിയത് അധ്യാപകരുടെ പീഡനം മൂലമെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. അതേസമയം ആരോപണമുയർന്ന 2 അധ്യാപികമാരെ സ്ഥലം മാറ്റാൻ തീരുമാനമായി. സീന, റീനു എന്നീ അധ്യാപകർക്കെതിരെയാണ് നടപടി. തിരുവനന്തപുരം സ്വദേശി അജാസ്കാർ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെയാണ് കോളേജിലെ മാനസിക പീഡനം ഉന്നയിച്ച വിദ്യാർത്ഥികൾ രംഗത്തെത്തിയത്. സെപ്റ്റംബർ 3-നാണ് MLT 1ാം വർഷ വിദ്യാർത്ഥി തിരുവനന്തപുരം സ്വദേശി അജാസ് ഖാൻ പുഴയിൽ ചാടി മരിച്ചത്. ഇന്റേണൽ പരീക്ഷയിൽ തോറ്റതിന് പിന്നാലെയായിരുന്നു ആത്മഹത്യ. അതേസമയം ആരോപണങ്ങളെല്ലാം കോളേജ് അധികൃതർ നിഷേധിച്ചു. ആരോപണങ്ങൾ പരിശോധിക്കുമെന്ന് ഗാന്ധിനഗർ പോലീസും വ്യക്തമാക്കി. പുതുപ്പള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് EMSന്റെ പേരിട്ടതിനെ ചൊല്ലി വിവാദം കൊഴുക്കുന്നു. ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തിന്റെ നടപടിക്കെതിരെ കോൺഗ്രസ് ഏകദിന നിരാഹാര സമരത്തിലാണ്. പുതുക്കിയ കെട്ടിടം നാളെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. പുതുപ്പള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ അതിൻ്റെ നവീകരണം, അതിനുശേഷം അതിന് EMS സ്മാരക ഹാൾ എന്ന് പേരിട്ടതിനെ ചൊല്ലിയാണ് പുതുപ്പള്ളിയിൽ വിവാദം കൊഴുക്കുന്നത്. 53 വർഷമായി മണ്ഡലത്തിലെ MLA ആയിരുന്ന മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേര് അതിൽ ഇടണമെന്നായിരുന്നു കോൺഗ്രസിൻ്റെ ആവശ്യം. നേരത്തെ 6 മാസം മുൻപ് തന്നെ ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രമേയം കൊണ്ടുവന്നിരുന്നു പഞ്ചായത്തിൽ. പക്ഷേ അത് തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇടതുപക്ഷത്തിൻ്റെ വിയോജിപ്പുണ്ടായി. തുടർന്ന് ഇടതുപക്ഷം പ്രമേയം കൊണ്ടുവരികയും EMSന്റെ പേരിൽ അത് ആക്കാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കാസ്റ്റിംഗ് വോട്ടോടു കൂടിയാണ് അന്ന് അത് സ്വീകരിച്ചത്. എന്തായാലും ഇതിൽ പ്രത്യേക ഒരു രാഷ്ട്രീയ ചർച്ചയൊന്നും കൂടാതെ കോൺഗ്രസ് അങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവന്നതുകൊണ്ടാണ് തങ്ങൾ എതിർത്തതെന്നാണ് ഇടതുപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ഒരു പേര് ഈ കമ്മ്യൂണിറ്റി ഹാളിൽ നിർദ്ദേശിക്കണമെങ്കിൽ അതൊരു രാഷ്ട്രീയ പാർട്ടി പെട്ടെന്ന് ആരോടും പൊതുവെ ചർച്ച ചെയ്യാതെ ഒരു തീരുമാനം എടുക്കുന്നതിന് പകരം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ ഭരണസമിതിയൊക്കെ ആയിട്ട് ആലോചിച്ച് ഒരു സമന്വയമായ ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം വിവാദങ്ങൾ ഇവിടെ ഉണ്ടാകുകയില്ലായിരുന്നു. അതിൽ പ്രത്യേകം അങ്ങനെ ഒരു വിവാദങ്ങൾ ഈ സമയത്ത് ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പോൾ നിയമപരമായാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇന്ന് ഏകദിന ഉപവാസമാണ്, നിരാഹാരമാണ് കോൺഗ്രസിന്റെ പ്രാദേശികമായി അവിടെ നടത്തുന്നത്. കോട്ടയത്തു നിന്നുള്ള കോൺഗ്രസ് നേതാക്കളെല്ലാം, UDF നേതാക്കളെല്ലാം ഈ ഉപവാസത്തിന്റെ ഭാഗമായി വിവിധ ഘട്ടങ്ങളിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. നാളെ രാവിലെ 11 മണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഈ പുതിയ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. എന്തായാലും ഇതിന്റെ പേരടക്കം ഇതിനകം തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു. എന്തായാലും പുതുപ്പള്ളിയിൽ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ തീരുമാനം എന്ന നിലയിൽ കൂടിയാണ് ഇങ്ങനെ EMSന്റെ പേരിൽ അവിടെ ഒരു ഹാൾ ഉണ്ടാക്കാൻ അവർ തീരുമാനമെടുത്തത് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും ഇതിനെ രാഷ്ട്രീയമായി എതിർക്കുക, രാഷ്ട്രീയ പ്രതിഷേധങ്ങളിലൂടെ ഇടതുപക്ഷത്തിന്റെ നീക്കം തുറന്നു കാട്ടുക എന്ന തന്ത്രമാണ് കോൺഗ്രസും നടത്തുന്നത്. എന്തായാലും പുതുപ്പള്ളി കേന്ദ്രീകരിച്ച് ഉമ്മൻചാണ്ടിയുടെ പേരിൽ വീണ്ടും ഒരു രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നു. ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം പുതുപ്പള്ളി ഇന്ന് ചിന്തിക്കുന്നത് എന്താണെന്ന് ഞാൻ മാത്രം പറഞ്ഞു. ഞാൻ പ്രതിനിധിയാണ്. എന്നോട് ആൾക്കാര്, BJP-ക്കാര്, CPM-കാര്, കോൺഗ്രസ്സുകാര്, CPI-ക്കാര്, നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ചോദിക്കുക എന്താ സമരം ചെയ്യാത്തെന്ന്. കാരണം അവരെല്ലാം വിചാരിക്കുന്നത് എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പേരല്ല എവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടുള്ളൂ. ആ 1 വർഷം കഴിഞ്ഞ് ഒരു പേരിടണമെങ്കിൽ ഇടേണ്ടത് അദ്ദേഹത്തിന്റെ പേരാണെന്ന് കേരളം മൊത്തം സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് പഞ്ചായത്ത് സമിതി അവരുടെ രാഷ്ട്രീയം പോലെ ഇങ്ങനെ കാണിക്കുന്നത്. സഖാവ് EMS എന്ന് പറഞ്ഞാൽ ഞാന് ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. കേരളത്തിലെ തന്നെ മികച്ച മുഖ്യമന്ത്രിയായിരുന്നു. താത്വിക ആചാര്യനാണ്. പക്ഷേ പുതുപ്പള്ളിയുമായി അദ്ദേഹത്തിന് ബന്ധമില്ല. എനിക്കുള്ള വിഷമം സഖാവ് EMSനെ പോലുള്ള ഒരാളുടെ പേര് ഇതിലേക്ക് വലിച്ചഴിച്ചു എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടിയുടെ പേരായിരുന്നു നൽകേണ്ടിയിരുന്നതെന്ന് ചാണ്ടി ഉമ്മൻ നേരത്തെ തന്നെ അഭിപ്രായം പറയുകയും ചെയ്തിരുന്നു. എന്തായാലും വിവാദം അവിടെ കൊഴുക്കുകയാണ്. രാജ്യത്തിന്റെ വികസനത്തിൽ സഹകരണ മേഖലയ്ക്ക് ഏറെ പങ്കുവഹിക്കാനുണ്ടെന്ന് കേന്ദ്ര ഭക്ഷ്യവിതരണ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി BL വർമ്മ. ഇക്കാര്യം തിരിച്ചറിഞ്ഞുള്ള പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്യുന്നത്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ യൂണിവേഴ്സിറ്റി LLM പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിനെ കേന്ദ്രമന്ത്രി BL വർമ്മ പൊന്നാട അണിയിച്ച് ആദരിച്ചു. BLM ചെയർമാൻ R പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. ഈ ഒരു മൊമെന്റിൽ BLM ഫാമിലിക്ക് വേണ്ടി ഇവിടെ സ്നേഹ സമ്മാനം ഞങ്ങളുടെ ഭാഗത്ത് സ്വർണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 6980 രൂപ, പവന് 55,840 രൂപ.
18 ക്യാരറ്റ് ഗ്രാമിന് 5785, പവന് 46,280 രൂപയും. വെള്ളി ഗ്രാമിന് 96 രൂപ, കിലോയ്ക്ക് 96,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. Kavita Gold and Diamonds. Choose your special. പൂർണ്ണമാകുന്നു ലൈവ് at 6. നമസ്കാരം. നേതൃത്വവുമായി ഭിന്നത